ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂവും കൊണ്ട് ജ്യൂസാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. പഞ്ചസാര നമ്മളിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഈ പൂവ് നമുക്ക് കഴുകിയിട്ട് അതിൻ്റെ ഇതൾ അടർത്തിയെടുക്കാം കേട്ടോ. ചെമ്പരത്തി വീട്ടിലില്ലാത്തവർ കാണില്ലല്ലോ, ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഹെൽത്തി ആയിട്ടൊരു ജ്യൂസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളൂ. അത് തിളയ്ക്കാൻ വെച്ചേക്കാണ്. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ എസൻസും ആ നിറവും ഒക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് ചേർന്നോളൂ കേട്ടോ. ഞാനിതിൽ മധുരത്തിന് ചേർക്കുന്നത് നമ്മുടെ പനങ്കൽക്കണ്ടം ഉണ്ടല്ലോ, അത് ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ചേർക്കുന്നത്. ഷുഗർ ചേർക്കണില്ല കേട്ടോ. മൂന്നോ 4 മിനിറ്റ് നന്നായിട്ട് തിളച്ചാൽ മതി. നമ്മുടെ ചെമ്പരത്തിയുടെ കളറെല്ലാം നമ്മുടെ വെള്ളത്തിലേക്ക് ആയിക്കോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് അരമുറി നാരങ്ങയാണ്. അപ്പോൾ അതിൻ്റെ നാരങ്ങയുടെ നീര് നമ്മളിതിനകത്ത് ഡയറക്റ്റായിട്ട് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. ആ നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറിന് ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ. ഇനി മധുരം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതാണ് നമ്മൾ പനങ്കൽക്കണ്ടം ഉരുക്കി വെച്ചേക്കാന്ന് ഞാൻ പറഞ്ഞത്, അതാണിത്. ഇത് നമുക്കിനി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാങ്ങി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അരിച്ചെടുക്കാം. ഇതൊന്ന് ആറി കഴിയുമ്പോൾ കുറച്ച് നേരം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കുടിക്കണമെങ്കിൽ കുടിക്കാം, അല്ലാതെ നോർമലായിട്ട് തണുത്തിട്ട് കുടിക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞാൻ പനങ്കൽക്കണ്ടം ചേർന്നോർത്ത് അതില്ലാത്തവർ പഞ്ചസാര ഇട്ട് ഉണ്ടാക്കാൻ ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജ്യൂസിന്. അപ്പോൾ നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്ലാസ്സിലോട്ടത് ഒഴിക്കാം. നല്ല അടിപൊളി കളറൊക്കെ വന്നത് കേൾക്കുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.